ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 1 ഇയർ ഓഫ് ഫിഷിംഗ് ബ്രോസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഗീവ് അവേയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു റോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു മാക്കോയ്ക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ സ്നേക്കറ്റിന് വേണ്ടി, അതായത് ചെറുമീൻ അടിക്കാൻ വേണ്ടി വേറെ റോഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ റോഡ് എടുത്തിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഡ്രൈവിൻ്റെ ബ്ലാക്ക് ഫയർ എന്ന് പറയുന്ന 8.1 റോഡാണ് കേട്ടോ. എക്സ്ട്രാ ഹെവിയാണ് റോഡ്, പക്ഷെ ഭയങ്കര ലൈറ്റാണ് റോഡ്. മീൻസ് ലൈറ്റ് വെയിറ്റ് ആണ് റോഡ്. എക്സ്ട്രാ ഹെവി. ഇത് കണ്ടോ, കാണാൻ നോക്കുക ഇതെല്ലാം കണ്ടോ. അപ്പം ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ത്രീ പീസായിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ. എനിക്ക് നേരത്തെ തൊട്ട് ഭയങ്കര ആഗ്രഹമുള്ളൊരു റോഡായിരുന്നു കേട്ടോ ഇത്. വാങ്ങണമേ, നല്ല ആഗ്രഹമുള്ള റോഡായിരുന്നു. ഫൈനലി ഞാനത് വാങ്ങി. ഇത് കണ്ടോ, ഇങ്ങനെ 3 പീസായിട്ടാണ് ഈ റോഡ് വരുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇവിടെയാണ് നമ്മൾ റെയിൽ സീറ്റിങ്. ഇതാണ് നമ്മുടെ റോഡ് കണ്ടോ. ഇവിടെ കണ്ടോ എന്നാ ലുക്കാന്ന്. ഇതിൻ്റെ തന്നെ റെഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഷാർക്ക് 3ക്ക് പറ്റിയൊരു കളർ കോമ്പോയും കൂടെ ആയിരുന്നു, പക്ഷേ അത് കിട്ടാനില്ല. അപ്പം കിട്ടിയത് നമ്മളിങ്ങനെ എടുത്ത് ഈ ഭാഗത്ത് ഈ പർപ്പിളിൻ്റെ സ്ഥാനത്ത് റെഡ് വരുന്നുണ്ടായിരുന്നു. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഷാർക്ക് 3 ആയിട്ട്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഫയർ എന്ന് എഴുതിയേക്കുന്നുണ്ട്. എക്സ്ട്രാ ഹെവി. ഓക്കെ, വയസ്സേ ഇതാണ് നമ്മുടെ കോംബോ കേട്ടോ. റോഡിന് വെയിറ്റ് ഉണ്ടെന്ന് പറയത്തില്ല. അത്യാവശ്യം റീലിൻ്റെ വെയിറ്റ് മാത്രമേ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇതന്നെയായിരുന്നോ പറ്റിയേ? വെളുത്തിരിക്കുന്നു മീനൊക്കെ. വയസ്സേ നമുക്ക് പുതിയ റോഡിലൊരു മീൻ കയറിയിട്ടുണ്ട്. അടങ്ങി കിടക്കടാ.
ഊരി ഊരിയത് ഇതാണ് കേട്ടോ മീൻ. 1.5 കിലോ അത്രേ ഉള്ളൂ. വെളുത്തിരിക്കുന്ന മീൻ. ചെറിയ വെള്ളത്തിൽ കിടന്നിട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. ഉണ്ടോ? ഫ്രോഗൊക്കെ പടച്ചപ്പോഴത്തേക്ക് ഊരിപ്പോയി കേട്ടോ. നമ്മുടെ സീമൻ്റെ ലീഫ് ഫ്രോഗല്ല അടിച്ചേക്കുന്നത് കേട്ടോ. ഉണ്ടോ? അടിപൊളി. നോക്കാം. സ്ട്രൈക്ക് കിട്ടിയില്ല കേട്ടോ. കാര്യം അവൻ തുഴയുമായിരുന്നു. ഒഴുക്കുണ്ട് താഴോട്ട്. അപ്പം അതുകൊണ്ട് അവൻ തുഴയുന്നതുകൊണ്ട് മുഴുവൻ കിട്ടി. അല്ല ഒരാളൂടെ വേണം. അപ്പം കൂടെ വരാൻ നിലവിൽ അങ്ങനെ ആരും ഇല്ല. നമുക്ക് പിന്നെ ഇതിനകത്ത് ഇട്ടേക്കാവേ. വലിയ വല എടുത്തുകൊണ്ട് വന്നേക്കണം. ചെറിയ വലയൊന്നും കണ്ടില്ല. ഇല്ലേ ഒറ്റ ഇടി ചിലപ്പോൾ മേളിക്കളയും ഇവന്മാര്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇടുന്നതുകൊണ്ട് മീനൊന്നും ചാവുന്നില്ല കേട്ടോ. നമ്മൾ ചത്തു പോകാമെന്ന് ഓർക്കുന്നത് പോലും ചാവുന്നില്ല. അങ്ങനെ ഒരു ഗുണവും. നമ്മൾ കിടന്നോളൂ. ഒക്കെ ആ ബക്കറ്റ് എടുത്തേക്കെ. കണ്ടോ ചാടുന്നുണ്ട്. ഇത്ര വലയുള്ളതുകൊണ്ട് ഇത്ര വെള്ളം ഇട്ടാൽ മതി. ചെറുതായിട്ട് അതിൻ്റെ മൂക്ക് മുങ്ങുന്ന രീതിയിലൊന്ന് വെള്ളം കിടന്നാൽ മതി. ഞാൻ സുഖമായിട്ട് കിടന്ന് വെള്ളവും എടുക്കാം. എല്ലാ പരിപാടിയും നടക്കും. ഉണ്ടോ? ഇതാകുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പോകും. ഇതുകൂടെ അങ്ങോട്ട് മറിച്ചു പോകും. അപ്പം പിന്നെ പോണ കാര്യമേ ഇല്ല. ഓക്കെ. പാമ്പി ചെറു വേണ്ട. അയ്യോ പിന്നെ ട്രൈ ചെയ്യുന്നത് അയ്യോ ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ മീൻ കയറിയിരിക്കുകയാണ്. സൈസ് മീനാട്ടോ. കിടിലൻ ചെറു മീനാണ്. ഓക്കെ. ലീഫ് ഫ്രോഗ് സീമൻ ഉണ്ടോ? അടിപൊളി. ഇതും തുഴയെ വരുന്നത് കേട്ടോ. ആ സ്ട്രൈക്ക് കിട്ടാൻ ക്ഷമിക്കുക.
ഇതുണ്ട്, ഹുക്ക് ഉണ്ടോ, ഒറ്റ ഇതേ കയറിയിട്ടുള്ളൂ കേട്ടോ. ഉണ്ടോ? ഓക്കെ. പിന്നെ നമുക്ക് ഇടയ്ക്കൊരു കുഞ്ഞൊരു വാക്കുഞ്ഞ് കിട്ടിയായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഒരു ചെറുമീൻ കിട്ടി, ചെറുത്. അതിനെ നമ്മൾ റിലീസ് ചെയ്ത് കുഞ്ഞൊരു വാക്കുഞ്ഞ് കിടക്കണം. അതിന് കാണിച്ചാൽ കൊണ്ടോ, കാണാമോ? കാണാമോ? ഉണ്ടോ? കുഞ്ഞൊരു വാക്കുഞ്ഞ് കിടപ്പുണ്ട്. അതിനെ നമ്മൾ കൂട്ടുകാരന് വളർത്താൻ വേണമെന്ന് പറഞ്ഞായിരുന്നേ. അങ്ങോട്ട് തന്നെ വിട്ടില്ല, വലിയ ഡാമേജും ഇല്ലായിരുന്നു. അപ്പോൾ അവന് കൊടുക്കുവാണെങ്കിൽ അവന് സന്തോഷമോ, അതുകൊണ്ടാണ് വിടാഞ്ഞത്. അവനെന്നും വിളിയാണ് വളർത്താൻ മീൻ വേണം. ഓക്കെ. അപ്പം നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്ന് 4 മീൻ കിട്ടി കേട്ടോ. 3 ചെറുമീനും ഒരു വാഗക്കുഞ്ഞും. അതിലൊരു കുഞ്ഞ് ചെറുമീൻ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ റിലീസ് ചെയ്തു. ഉണ്ടായിരുന്നു, അതെൻ്റെ സൈഡാണ്. ഫസ്റ്റ് കാസ്റ്റിംഗ് വീഡിയോ ഹെവി ഏറ്റവും എൻ്റെ മോനെ. എടാ 2.5 കിലോക്ക് വേണുണ്ട്, 3 കിലോ അടുത്തോട്ടെന്ന് തോന്നുന്നു കേട്ടോ. പൊതറണോ പറഞ്ഞു. വയസ്സ് നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് കാസ്റ്റിൽ അടിച്ച സാധനം കണ്ടോ, ഹെവി ഐറ്റം, ഒരു രക്ഷയില്ല കേട്ടോ. സൈക്കെല്ലാം കറക്റ്റായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ഒരു 3 കിലോ അടുത്ത് വരുന്നുണ്ടെന്ന്. നമുക്കായാലും തൂക്കാനുള്ള സെറ്റപ്പ് ആ സാധനം ഇല്ല, അത് നമ്മളെ പോയി നമ്മുടെ പഴയ വെയിൻ മെഷീൻ. ഹെവി ഐറ്റം കേട്ടോ. ഇത് അടിച്ചേക്കുന്നത് സീമൻ്റെ ലീഫ് റോഗലാട്ടോ. കാണാം അവിടെ ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പാണ്. ഇന്ന് അടിച്ച് കഴിഞ്ഞാൽ മിസ്സാവുന്ന ചുരുക്കമാണ്. അത് പകുതിയും ചത്തരിഞ്ഞാൽ കയറി കറക്റ്റ് തലച്ചോറ അടിച്ചു തരും. അതുപോലത്തെ ഹുക്കാതെ വന്നേക്കുന്നത് ഉണ്ടോ. ഹെവി എന്ന് പറഞ്ഞാൽ മാരക ഹെവി കേട്ടോ. ഒത്തിരി നാൾ കൂടി ഈ ഒരു സൈസായി കിട്ടുന്നത് തന്നെ. ഹെവി ഐറ്റം ഉണ്ടോ, അഴക് വാലൊക്കെ ഉണ്ടാവില്ല. എല്ലാടി ഐറ്റം കേട്ടോ, പവർ.
ഇതിൻ്റെ സൈസ് കണ്ടോ, പൊത്തറം സാധനം കേട്ടോ. എൻ്റെ കൈയുടെ ഇപ്പുറം എത്തത്തില്ല കൂട്ടി പിടിക്കാൻ, അതേപോലെ സാധനമാണ്. ഭയങ്കര വലുപ്പം കേട്ടോ. ഈ ക്യാമറ കാണുമ്പോൾ എത്രമാത്രം എക്സ്പോസ് ആണെന്ന് അറിയത്തില്ല സൈസൊക്കെ. നേരിൽ കാണുമ്പോൾ നല്ല സൈസ് കേട്ടോ. ഹെവിയാണ്, ഹെവി, ഭയങ്കര ഹെവി ഉണ്ട്. നിൽക്കുന്നുണ്ട്, അഴകാ ലൈറ്റാ. എൻ്റെ വാല് തന്നെ ഉണ്ട്, തുഴ പോലെ ഇരിക്കും. അടിപൊളി. ഒത്തിരി നാൾ കൂടി കേട്ടോ ഇത്തിരി സൈസ് കിട്ടുന്നത് തന്നെ, ഒത്തിരി നാൾ. അടിപൊളി. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് കാസ്റ്റിന് കിട്ടിയ മീനാട്ടോ. അന്ന് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തോളൂ, ഇപ്പോഴേ കയറി അടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അതിൻ്റെ തല ഉണ്ടോ, ഉണ്ടോ ഉണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് വശമൊക്കെ ഉണ്ടോ, ഉണ്ടോ. ഭയങ്കര ഉണ്ടോ കേട്ടോ, വിചാരിക്കുന്നതല്ല, നല്ല സൈസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ പറയുന്നത്. അപ്പം ഒത്തിരി ആൾ കൂടി ഈ ഒരു സൈസ് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. നമുക്ക് എൻ്റെ ഹുക്കെല്ലാം കയ്യോടെ അങ്ങ് ഊരാം. സീമൻ്റെ ലീപ് ഫ്രോഗ് ഉണ്ടോ, ഹുക്കായക്കുന്നതാണ് അവിടെ ഉണ്ടോ. ഹുക്ക് വിട്ടിരിക്കണോ എടാ, ഹുക്കൊക്കെ പോകുന്നായിരുന്നു കേട്ടോ. ചെറിയ ഹുക്ക ഉള്ളായിരുന്നു. അടിപൊളി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ഇവനാണ് കൊലകൊല്ലി, ഇവൻ കൊലകൊല്ലി. ഇവനെ അടിക്കുന്ന മീനെല്ലാം ചിലപ്പോൾ കത്ത് കയറി വരും. അതൊക്കെ അവസ്ഥ. അപ്പോൾ ഇന്ന് മൂടിയിട്ടെ. ഇവനൊക്കെ ഒരു അടി അടിച്ചാൽ ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോകും, അതുപോലെ തടി അടിക്കും. അതിന് മുമ്പ് ഗ്രിപ്പർ എടുക്കണം. കണ്ടോ, ഒറ്റ ഇടിക്കാൻ ഞാൻ മാറ്റും. വേണ്ട മക്കറ്റ് ഇത്രയും വെള്ളം മതി, സുഖമായിട്ട് കിടന്നു. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ വിന്നറാകാനും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇടുന്നത് കേട്ടോ. എന്നെങ്കിൽ നിങ്ങൾ നേരെ ഫേസ്ബുക്ക് കയറിയിട്ട് ഫിഷിംഗ് ബ്രോസ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, വീഡിയോയുടെ ലിങ്ക് തന്നെ ഇട്ടേക്കും. അപ്പോൾ അതിൽ കയറി കണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറയുന്നുണ്ട്. അപ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലം ബൈ. അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രൈസുകളൊക്കെ കിട്ടട്ടെ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ തൽക്കാലം ബൈ.